ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ ടെലിഫോൺ ലൈനിൽ. ശ്രീമതി ഷാനിമോൾ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി വേണമെന്ന ആവശ്യം KPCC അധ്യക്ഷൻ ഹൈക്കമാൻഡിൽ ഉന്നയിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. ഉറപ്പായിട്ടും ഷാനിമോൾ അടക്കമുള്ള വനിതാ നേതാക്കൾ ഇക്കാര്യത്തിൽ പുറത്തു വന്ന വിവരങ്ങളിൽ അസ്വസ്ഥരായിരിക്കുമല്ലോ. എന്താണ് ഇപ്പോൾ പറയാനാവുക? അല്ല, ഇതിനകത്ത് രാഹുല് മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ഉചിതം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഷാനിമോൾ ഉസ്മാൻ, പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലെ വിജയത്തിനായി നിങ്ങളൊക്കെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എത്ര വിയർപ്പൊഴുക്കിയതാണ്. ഇത് ഇങ്ങനെ കലാശിച്ചതിൽ എന്താണ് ഇപ്പോൾ അതിൽ പറയാനുള്ളത്? അല്ല, അതൊന്നും പ്രസക്തമല്ലല്ലോ. പാർട്ടി പ്രവർത്തക എന്നുള്ള നിലയിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. പക്ഷേ ഇതിനകത്ത് ഒരു മാതൃകാപരമായ നിലപാടെടുത്ത കോൺഗ്രസ് പാർട്ടിയെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റുമോ? തീരുമാനത്തിലേക്ക്, അതായത് MLA സ്ഥാനം രാജിവെക്കുന്ന തീരുമാനത്തിലേക്ക് ഇന്ന് വരും അല്ലേ? അതല്ല സ്മൃതി, 24 മണിക്കൂറിനുള്ളിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി. ആ തീരുമാനത്തെ ഞാൻ അങ്ങേയറ്റം ഉൾക്കൊള്ളുകയാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളിലൊന്നും കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നും ഇത്തരം നിലപാടുകൾ കണ്ടിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വന്ന് കേരളത്തിലെ സ്ത്രീകളുടെ മനസ്സാക്ഷിക്കൊപ്പം നിൽക്കുക എന്നുള്ള ഉത്തരവാദിത്തം കോൺഗ്രസ് ഏറ്റെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും കഴിഞ്ഞ 2 ദിവസങ്ങളിൽ എനിക്കറിയില്ല, അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഞാൻ നേതൃത്വത്തിലുള്ളവരുമായി കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മുടെ ഇവിടെ നടക്കുന്ന മാധ്യമ വാർത്തകളും മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തിലുള്ളവരുമായി സംസാരിച്ചു. അതിനകത്ത് എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ സ്ത്രീകളുടെ മനസാക്ഷിക്കൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിൽക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. രാഹുല് മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നേ മതിയാകൂ എന്നുള്ളതാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. ഷാനിമോൾ ഉസ്മാൻ, ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ പരാതിപ്പെടാൻ പോലും ധൈര്യമില്ലാത്ത പെൺകുട്ടികളുടെ ശബ്ദരേഖകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അവർക്ക് കോൺഗ്രസിലെ വനിതാ നേതാവ് എന്ന നിലയ്ക്ക് നൽകാവുന്ന ഉറപ്പെന്താണ്? അല്ല, ഇതിനകത്ത് ഞാൻ പറയട്ടെ, ഇതിപ്പോ മറ്റ് താരതമ്യ പഠനത്തിനൊന്നും തയ്യാറാകുന്നില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയും CPM-ഉം ഒന്നും ഇത്തരത്തിലുള്ള നിലപാടെടുത്തതിന് മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ CPM-ലെ വനിതാ നേതാക്കന്മാരൊക്കെ ആവേശത്തോടു കൂടി ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കൊക്കെ കൃത്യമായ നിലപാടുണ്ട്. അത് സ്ത്രീപക്ഷ നിലപാടാണ്, ഇവിടുത്തെ കുടുംബങ്ങളുടെ മനസ്സാക്ഷിക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ്. സ്മൃതി, വളരെ നന്ദി. ഷാനിമോൾ ഉസ്മാൻ പ്രതികരിച്ചതിന്. രാഹുലിനെതിരെ ആദ്യം തന്നെ നടപടി, അത് പാർട്ടി നടപടി എന്നുള്ളത് മാതൃകാപരമായ നടപടി, അത് പാർട്ടി സ്വീകരിച്ചു കഴിഞ്ഞു. ഇനിയും നടപടി വേണമെന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. പാർട്ടിയിലെ ആലോചനകളെക്കുറിച്ച് വ്യക്തതയില്ല എന്ന് ഷാനിമോൾ പറയുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുത് എന്ന നിലപാട് തന്നെയാണ് എന്ന് വ്യക്തമാകുന്നതാണ് ഷാനിമോൾ ഉസ്മാന്റെ വാക്കുകൾ.